നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോകൾ രാഷ്ട്രീയ എതിരാളികൾ പരസ്പരം പ്രയോഗിക്കുമോ എന്നതിൽ ആശങ്ക ശക്തമാകുന്നു. രാഷ്ട്രീയ രംഗത്ത് കരുത്തു തെളിയിച്ച് മൺമറഞ്ഞുപോയ നേതാക്കൾ AI സാങ്കേതിക വിദ്യയിലൂടെ പുനർജനിക്കുന്നത് ലോകമാകെ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണിത്. 60-ലധികം രാജ്യങ്ങളാണ് ഈ വർഷം ദേശീയ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ AI ദുരുപയോഗം വ്യാപകമാവുകയാണ്. ബംഗ്ലാദേശിൽ പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ട് സർക്കാർ അനുകൂല അക്കൗണ്ടുകൾ ഡീപ് ഫേക്കുകൾ സൃഷ്ടിച്ചതും ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ AI അധിഷ്ഠിത ഓഡിയോ പ്രസംഗങ്ങൾ വന്നതും ചർച്ചയായിട്ടുണ്ട്. US ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് 11 ലാബ്സ് ആണ് ഇമ്രാൻഖാന്റെ AI പ്രസംഗങ്ങൾ തയ്യാറാക്കിയത്. സൺഗ്ലാസും വെള്ള ഷർട്ടും മഞ്ഞ ഷാളും ധരിച്ച കരുണാനിധിയുടെ 8 മിനിറ്റ് നീണ്ട AI പ്രസംഗം ജനുവരി 23-ന് തമിഴ്നാട്ടിൽ തത്സമയം സംപ്രേഷണം ചെയ്തതും ജനശ്രദ്ധ നേടി. TR ബാലുവിന്റെ ആത്മകഥ പ്രകാശനത്തിന്റെ വേദിയിലാണ് ആശംസകൾ അർപ്പിച്ചുള്ള കരുണാനിധിയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത്. 2018-ൽ മരണമടഞ്ഞ ശേഷം കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ 6 തവണയാണ് AI സാങ്കേതിക വിദ്യയിലൂടെ കരുണാനിധി പുനർജനിച്ചത്. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോകൾ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് ഇന്ത്യൻ ഇൻഫ്ലുവൻസർ സാറ പട്ടേലിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലേക്ക് നടി രശ്മിക മന്ദാനയുടെ മുഖം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഈയിടെ വിവാദമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഡീപ് ഫേക്ക് വീഡിയോകൾ ഇന്ത്യയിൽ ആദ്യമായി പ്രചരിപ്പിക്കുന്നത് 2020-ലാണ്. അന്നത്തെ ഡൽഹി BJP അധ്യക്ഷൻ മനോജ് തിവാരി ഇംഗ്ലീഷിലും ഹരിയാൻവിയിലും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചത് വിവാദമായിരുന്നു. ഡീപ് ഫേക്ക് വിവാദത്തിനു പിന്നാലെ സാമൂഹിക മാധ്യമ സ്ഥാപനങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതും പരിഗണനയിലാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കാനാകില്ല എന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഒറ്റക്കെട്ടായി നേരിടുക എന്ന ലക്ഷ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യ സഖ്യം വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. ബീഹാറിൽ JDU-വും UP-യിൽ RLD-യും സഖ്യത്തിന് പുറത്തു പോയതിന് പിന്നാലെ AAP-യും സഖ്യത്തിന് പുറത്തേക്ക് പോയി. പഞ്ചാബിലും ഹരിയാനയിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് AAP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെ സഖ്യ സാധ്യതകളും തകരുന്നത്. സീറ്റ് വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സഖ്യത്തെ ബാധിച്ചത്. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു ലോക്സഭാ സീറ്റാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഡൽഹിയിൽ കോൺഗ്രസും AAP-യും 3-4 ഫോർമുലയിൽ മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമാണിത്. കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെങ്കിലും സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ AAP പാർട്ടി ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് AAP MP സന്ദീപ് പഥക് പറഞ്ഞു. ഡൽഹിയിലെ ശേഷിക്കുന്ന 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് AAP പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭയിലും വിധാൻസഭയിലും 0 സീറ്റും MCD തിരഞ്ഞെടുപ്പിൽ 250-ൽ 9 സീറ്റും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചതായി ഡൽഹിയിലെ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ കണ്ടിരിക്കും. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല. പക്ഷേ കണക്കുകൾ പ്രധാനമല്ല. സഖ്യത്തിന്റെ ധർമ്മവും കോൺഗ്രസ് പാർട്ടിയോടുള്ള ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർക്ക് ഒരു സീറ്റ് തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റിലും ആം ആദ്മി പാർട്ടി 6 സീറ്റിലും മത്സരിക്കണമെന്ന് തങ്ങൾ നിർദ്ദേശിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.